ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇതുവരെ നമ്മൾ 19 ദശകങ്ങൾ പഠിച്ച് ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. അടുത്തതായി നമുക്ക് 20ാമത്തെ ദശകം പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം. ശ്ലോകങ്ങൾ 1ഉം 2ഉം നോക്കാം. ശ്ലോകം 1. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീത്രരാജാദുദിതോ ഹി നാഭി ത്വാം ദൃഷ്ടവാനിഷ്ടതമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. പ്രിയവ്രതസ്യ വ്ര എന്നാണ്, അത് ശ്രദ്ധിച്ചോളൂ. പ്രിയപുത്രഭൂതാത്, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ആഗ്നീധ്രരാജാത് ഉദിതോ ചേർത്ത് ചൊല്ലുമ്പോൾ ആഗ്നീധ്രരാജാദുദിതോ നീട്ടിയിട്ട് ഗ്നി എന്നുള്ളത് ഗ ന എന്ന് ചേർത്ത് എഴുതിയതാണ്. ധ്ര എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഉദിതോ എന്നുള്ളതിൻ്റെ ദ ന്ന് ദയ എന്നുള്ളതിൻ്റെയാണ്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഹി നാഭി അവിടെ വിസർഗമുണ്ട്. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നാഭി എന്ന് ഒരു രാജാവിൻ്റെ പേരാണ്, അത് ശ്രദ്ധിച്ചോളൂ. ത്വാം ദൃഷ്ടവാൻ ഇഷ്ടദം ഇഷ്ടിമധ്യേ നീട്ടിയിട്ട് ചേർത്ത് ചൊല്ലുമ്പോൾ ദൃഷ്ടവാനിഷ്ടദമിഷ്ടിമധ്യേ. ഇവിടെയും ഷാട്ട എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ദൃഷ്ടവാൻ ഇഷ്ടദം, അവിടെയും ഷാട്ട എന്ന് 3 സ്ഥലത്തുണ്ട് ഷാട്ട എന്ന്, അത് മൃദുവായിട്ട് പറയാനുള്ളതാണ്. ദൃഷ്ടവാനിഷ്ടദമിഷ്ടി മധ്യേ, മധ്യേ എന്നുള്ളതിൻ്റെ ധാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഇഷ്ടദം എന്നൊക്കെ ഉള്ള ദ്ന്ന് ദയലത്തെ ദ എന്നാണ്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. തവൈവ, തവ ഏവ ചേർത്ത് ചൊല്ലുമ്പോൾ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. കൃതയജ്ഞ ജ ஞ എന്നാണ്, ജ്ഞ രാജ്ഞി എന്നൊക്കെ എഴുതണ ജ്ഞ എന്നാണ്. കൃതയജ്ഞകർമ്മ നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീധ്രരാജാദുദിതോ ഹി നാഭി ത്വാം ദൃഷ്ടവാനിഷ്ടദമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ. അടുത്തത് 2ാമത്തെ ശ്ലോകം. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞഃ സ്വതുല്യം സുതമർത്ഥ്യമാന സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ തിരോദഥാ ബർഹിഷി വിശ്വമൂർത്തേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. അഭിഷ്ടുത തത്ര ചേർത്തിട്ട് അഭിഷ്ടുതസ്തത്ര, അഭി ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഷ്ടു എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. മുനീശ്വരൈ ത്വം, മുനീശ്വരൈസ്ത്വം രാജ്ഞ, ജ്ഞ എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലും പഠിച്ചു. ജ ജ്ഞ എന്നാണ്, രാജ്ഞ. അവിടെ വിസർഗമുണ്ട്, അപ്പോൾ അവിടെ അങ്ങനെ നിർത്തണം. രാജ്ഞ. സ്വതുല്യം, സ്വതുല്യം സുതം അർത്ഥ്യമാന, അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. സുതം അർത്ഥ്യമാന ചേർത്ത് ചൊല്ലുമ്പോൾ സുതമർത്ഥ്യമാന, അർത്ഥ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സ്വയം ജനിഷ്യേ അഹം ഇതി ചേർത്ത് ചൊല്ലുമ്പോൾ ജനിഷ്യേഹമിതി, ജനിഷ്യേ അഹം ഇതി എന്നാണ് ചേർത്തിട്ട് ജനിഷ്യേഹമിതി. ബ്രുവാണ,
അവിടെ വിസർഗമുണ്ട്, അപ്പം അങ്ങനെ നിർത്തണം. തിരോദധ, തിരോദധ, ദ എന്നുള്ളത് ദയലത്തെ ദ എന്നാണ്. ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ബർഹിഷി, ബ ബാലൻ എന്നുള്ളതിലത്തെ ബ എന്നാണ്. ബർഹിഷി വിശ്വമൂർത്തേ നീട്ടിയിട്ട് അങ്ങനെ നിർത്തണം. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞഃ സ്വതുല്യം സുതമർത്ഥ്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.